മുബഷീർ, ഇപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സണ്ണി ജോസഫ്, അല്പം മുൻപാണ് ശ്രീ ഇബ്രാഹിം കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. ദീർഘനാളായി അദ്ദേഹം സുഖമില്ലാതിരിക്കുകയായിരുന്നു. എങ്ങനെയാണ് താങ്കൾ ഇബ്രാഹിം കുഞ്ഞിനെ ഓർത്തെടുക്കുന്നത്? അദ്ദേഹം ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് 2011 MLA ആകുന്നത്. അതുവരെ എന്റെ നിയോജകമണ്ഡലത്തിലെ റോഡുകൾ അധികവും പൊട്ടിപ്പൊടിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതെ കുണ്ടും കുഴിയും നിറഞ്ഞതായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, നിയമസഭയിൽ ആവശ്യപ്പെട്ടു, ആ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാനുള്ള പദ്ധതികൾ അനുവദിച്ച് നടപ്പിലാക്കി തന്നത് വളരെ പ്രധാനപ്പെട്ട മലയോര ഹൈവേ, തലശ്ശേരി കോട്ടൂർ ഇന്റർസ്റ്റേറ്റ് റോഡ് ഉൾപ്പെടെയുള്ള അവിടുത്തെ 7 പാലങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലൊട്ടാകെ നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് എന്റെ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കി തന്ന എനിക്ക് അങ്ങേയറ്റം കടപ്പാടുള്ള ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കൂടിയാണ് ശ്രീ ഇബ്രാഹിം കുഞ്ഞെന്ന രാഷ്ട്രീയ നേതാവ്, മുൻ മന്ത്രി. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം വലിയ വേദനയുണ്ടാക്കി. അദ്ദേഹം രോഗബാധിതനായിട്ട് ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥിതി വഷളായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ നിര്യാണം അകാലത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വേർപാടും അങ്ങേറ്റം വേദനാജനകമാണ്. മുസ്ലിം ലീഗ് പാർട്ടിക്കും UDF-നും മാത്രമല്ല കേരള ജനതയ്ക്ക് വലിയ നഷ്ടവും വേദനയും ഉണ്ടാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായി എനിക്കും ഒരു നല്ല സുഹൃത്തിനെയാണ് നഷ്ടമായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വേർപാടിൽ വേദനിക്കുന്ന എല്ലാവരോടുമൊപ്പം ഞാനും പങ്കുചേരുകയാണ്. സണ്ണി ജോസഫ്, താങ്കൾ ഈ പാലങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ 1600 കോടി രൂപ മുടക്കി 227 പാലങ്ങളാണ് അദ്ദേഹത്തിന്റെ കാലയളവിൽ നിർമ്മിച്ചിട്ടുള്ളത്. അത് വളരെ റെക്കോർഡാണ്. കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകൾ അധികവും മെക്കാഡം ടാറിങ് നടത്തി നവീകരിച്ചത് ആ കാലഘട്ടത്തിലാണ്. റോഡ് നവീകരണത്തിന് വേണ്ടി അദ്ദേഹം വിദഗ്ധ സംഘത്തെ വിദേശ രാജ്യങ്ങളിൽ അയച്ച് പഠിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നല്ല സെമിനാറുകൾ, എറണാകുളത്ത് തന്നെ നടന്ന റോഡിന്റെ ഒരു വലിയ സെമിനാറിൽ അദ്ദേഹം MLA-മാരിൽ നിന്ന് എന്നെ വിളിച്ചത് ഞാൻ നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. കാരണം ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ അവരുടെ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ല മനസ്സോടെ കേൾക്കാനും പരിഹാരം കണ്ടെത്താനും ശ്രമിച്ചിരുന്നു. നല്ല ഹാർഡ് വർക്ക് ചെയ്ത, എന്നാൽ അദ്ദേഹം വളരെ വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ഉടമയാണ്. എല്ലാവരോടും നന്നായിട്ട് പെരുമാറിയ ഒരു പൊതുപ്രവർത്തകനും അതാണ്. ഒരു സൗമ്യ മുഖമായിരുന്നു ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. അതെ, ഒരു കറുത്ത മുഖം ആരോടും കാണിച്ചിട്ടില്ല. എതിർചേരിയിലുള്ളവരുടെ നിയമസഭയിലും അദ്ദേഹം ശാന്തമായിട്ട് തന്നെ, അദ്ദേഹത്തിന് എതിരായിട്ട് ചിലപ്പോൾ നിയമസഭയ്ക്കകത്ത് വരാമല്ലോ, ശാന്തമായിട്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. എന്നാൽ കൃത്യവും വ്യക്തതയുള്ള ഉത്തരങ്ങൾ നൽകി. വലിയൊരു പ്രഗത്ഭ അല്ല, പക്ഷെ എന്നാൽ ക്ലാരിറ്റിയുള്ള സ്റ്റേറ്റ്മെന്റുകളും നിലപാടുകളും ഉത്തരങ്ങളും സമീപനങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ. വളരെ നന്ദി ശ്രീ സണ്ണി ജോസഫ്. UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്തനായ ഒരു നേതാവിനെയാണ് നഷ്ടമാകുന്നത്.